കുട്ടികളുടെ സ്നേഹത്തിന്റെയും നല്ല മൂല്യങ്ങളുടെയും നല്ല ശീലങ്ങളുടെയും പരിശീലന കളരി ഫസ്റ്റ് കുടുംബമാണ്. അമ്മ സ്കൂളിൽ ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒന്നും ഉണ്ടായിരിക്കും, ഇവിടെ പണിയുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിവിടെ പറയണം. പിന്നെ ജമ്മുള്ള കാലം എന്തെങ്കിലും ഷെയർ ചോദിക്കില്ലല്ലോ. അപ്പൊ കുട്ടികള് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുക, അവര് കേൾക്കാനായിട്ട് സാധിക്കുക. അപ്പൊ അതൊക്കെ വരുമ്പോഴേക്കും കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയും, കൂട്ടുകാരെന്ന് എനിക്ക് മിഠായി, അപ്പൊ എന്ത് മിഠായിടാ അപ്പൊ ചോദിക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാനായിട്ട്, അടുപ്പം ഉണ്ടാക്കാനായിട്ട്, ക്ലോസ്നെസ് ഉണ്ടാക്കാനായിട്ട്, ഹൃദയങ്ങൾ തമ്മിൽ ആ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ഈ സമൂഹത്തിൽ നന്മ വളരാൻ, സമൂഹത്തിൽ അവരുടെ ഗ്രൂപ്പാക്കി നന്മയിലേക്ക് തിരിച്ചുവിടാൻ, അവരുടെ ഊർജം നന്മയിലേക്ക് തിരിച്ചുവിടാനാകട്ടെ. അതിനുവേണ്ടി നന്മ എന്ന ഈ ചാനൽ തന്നെ പ്രതീക്ഷ ഏറ്റവും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാണ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ. നമസ്കാരം, നന്മ 24ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് മയക്കുമരുന്ന് വിപത്ത്. അതുമായി ബന്ധപ്പെട്ട നിരവധി ആത്മഹത്യകൾ, അതുപോലെ തന്നെ സ്കൂളുകളിൽ ചോക്ലേറ്റിൽ ഉൾപ്പെടെ ഈ മയക്കുമരുന്ന് കലക്കി കൊടുക്കുന്നു. അങ്ങനെയുള്ള പ്രവണത കൂടി വരുന്നു. ഈ ഒരു സമയത്ത് തീർച്ചയായും നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ, നമ്മുടെ സമൂഹത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ഒരു സമയത്ത് നന്മ 24 ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളുകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള ജോസ് തച്ചിലാണ് നമ്മുടെ കൂടെ ചേരുന്നത്. നമ്മൾക്കിതിനൊരു അറുതി വരുത്തിയേ പറ്റൂ. അപ്പം അതിനുവേണ്ടി നമ്മളുടെ ജോസ് തച്ചിലിൻ്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം. നന്മ 24ലേക്ക് സ്വാഗതം. ഏതായാലും താങ്കൾ ഒരുപാട് സ്കൂളുകളിലൊക്കെ ഇങ്ങനെയുള്ള മൊബൈൽ അഡിക്ഷൻ, അതേപോലെ തന്നെ മയക്കുമരുന്ന് അങ്ങനെയുള്ള ഉപയോഗം ഒക്കെയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലൊക്കെ ചെല്ലാറുണ്ട്. ആ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം ഈ ഘട്ടത്തിൽ തീർച്ചയായും നമ്മൾക്ക് ഇടപെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ട് എന്ന് ചിന്തിക്കേണ്ട ഒരു സമയം തന്നെയാണ്. അപ്പം ഇതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാനുള്ള സന്ദേശം? എൻ്റെ പേര് ജോസ് തച്ചിൽ. ഞാനൊരു ഇൻറ്റേർണൽ ഓഡിറ്ററും സൈക്കോളജിസ്റ്റും ട്രെയിനറുമാണ്. നർച്ചർ കരിയർ ആൻഡ് ഗൈഡൻസ് സെൻ്ററിൻ്റെയും കൗൺസിലിംഗ് സെൻ്ററിൻ്റെയും ഡയറക്ടറും, ഹോളിസ്റ്റിക് ഹെൽത്ത് ഗ്രോത്ത് അക്കാഡമി എന്ന ട്രെയിനിങ് സെൻ്ററിൻ്റെയും ഡയറക്ടറുമാണ്. പോസിറ്റീവ് കമ്മ്യൂൺ എന്നൊരു സംഘടന ലക്ഷ്യം വെക്കുന്നത് വളരുക, വളർത്തുക, മറ്റുള്ളവരെ വളർത്തുക, അതുവഴി സമൂഹത്തിൽ സന്തോഷവും ആനന്ദവും പരത്തുക എന്നൊരു സംഘടനയുടെ കൊച്ചി ചാപ്റ്ററിൻ്റെ ചെയർമാനും കുട്ടികളുടെ പ്രസ്ഥാനമായ സ്റ്റുഡൻസ് ഫോറം, അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സ്റ്റുഡൻസ് ഫോറത്തിൻ്റെ സംസ്ഥാന ഡയറക്ടറുമാണ്. ഞങ്ങളിതുമായിട്ട് പ്രവർത്തിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ ഓരോ ജില്ലയിലും ഓരോ ചാപ്റ്ററും ഒരു സ്കൂളിനെ ദത്തെടുത്ത് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെ കുട്ടികളെ മാത്രം ദത്തെടുത്ത് അവരെ സ്പോൺസർ ചെയ്ത് അവർക്ക് മെൻ്റൽ ഹെൽത്ത് കൗൺസിലിങ്ങും അടക്കം പഠന കാര്യങ്ങളെല്ലാം ലൈഫ് സ്കിൽസ് അടക്കം കൊടുക്കുന്ന ഒരു സമയത്ത്, അതുപോലെ മറ്റുള്ള സ്കൂളുകളിലൊക്കെ അവയർനെസ് ഇതുപോലുള്ള അഡിക്ഷൻ അവയർനെസ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരു വശത്ത് അഡിക്ഷൻസ് 3 നമുക്കറിയാം. ഒരു വശത്ത് മൊബൈൽ അഡിക്ഷൻ, അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ അഡിക്ഷൻ, അത് വളരെയേറെ കുട്ടികളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. മറ്റൊന്നാണ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം. അത് നമ്മൾ അറിയുന്ന പോലുമില്ല. ചിലപ്പോൾ ഐസ്ക്രീമിലായിരിക്കും, ചിലപ്പോൾ വെള്ളത്തിലായിരിക്കും, അതല്ലെങ്കിൽ മിഠായി ആയിരിക്കും, ചിലപ്പോൾ സ്റ്റാമ്പായിരിക്കും, ചോക്ലേറ്റ്, പലവിധ തരത്തിലാണ്. അത് ഫ്രീ ആണ്. 1-2 പ്രാവശ്യം ആദ്യം ഫ്രീ കൊടുക്കും, അതിനുശേഷം നമ്മുടെ അടുത്ത് എത്തിച്ചേരുന്നത്. അപ്പൊ ഈ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ ഒരു മയക്കുമരുന്നിൻ്റെ ഒക്കെ അഡിക്ഷൻ ആവുക എന്ന് പറഞ്ഞ ഒരു സാധനം കഴിച്ചിട്ട് പല പ്രാവശ്യം കഴിച്ച് ഒരു 1 മന്തോ അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ചകളൊക്കെ കഴിയുമ്പോഴാണ് ആള് ഭയങ്കര ബ്രെയിനിലേക്ക് കയറി ബ്ലഡിലേക്കൊക്കെ അങ്ങ് കയറണത്. ഇപ്പോഴത്തെ പുതിയ സാധനങ്ങൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഒരു പ്രാവശ്യം തന്നെ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം കഴിക്കുമ്പോഴേക്കും ഇത് നമ്മളുടെ അഡിക്ഷൻ ലെവൽ ഹൈ ആക്കുന്നു, ബ്ലഡിലേക്കൊക്കെ കയറി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അവരതില്ലാതെ പറ്റാത്ത അവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കുന്ന നൂതന സാധനങ്ങളാണ് എത്തിയിരിക്കുന്നത്. 3ാമത്തേതാണ് റിലേഷൻഷിപ്പ്. നിങ്ങൾക്കറിയാം, റിലേഷൻഷിപ്പിൻ്റെ ഒരു അഡിക്ഷൻ. അപ്പം ഇത് 3ഉം കുട്ടികളുടെ പഠനത്തെ, അവരുടെ ഫ്യൂച്ചറിനെ എല്ലാം ബാധിക്കുകയാണ്. അതിനൊപ്പം അക്രമവാസനകൾ കുട്ടികളിൽ കണ്ടമാനം പെരുകുന്നത് നമ്മൾ ഈ ദിവസങ്ങളിലെ പത്രങ്ങളിലെല്ലാം ധാരാളം കാണുന്നതാണ്, ഇഷ്ടം പോലെ കാണുന്നതാണ്. ഒന്ന് അനങ്ങിയാൽ മതി, ഒന്ന് തൊട്ടാൽ മതി, അപ്പോഴേക്കും അവനെ ഇടിക്കുകയും ഇതിലൊക്കെ ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് നമ്മൾ ഒരു കൗൺസിലിൽ വന്നൊരു കുട്ടിയും
വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. എന്തോ ഒന്ന് പറയാലോ, ഒരൊറ്റടി മൂക്കത്ത് കൊടുത്തിട്ട് അവൻ്റെ മൂക്ക് ചോര വന്ന് അവസാനം ആശുപത്രി കൊണ്ടുവന്നു, പാരൻസ് വരുന്നു, അവസാനം കൗൺസിലിംഗ് വരുമ്പോഴാണ് അറിയണത് അവൻ ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗ്രൂപ്പ് കൂടി. അപ്പം അങ്ങനെ ഓരോന്നും ഇപ്പം ഈ സബ്സ്റ്റൻസ് ആണെങ്കിൽ പറയാൻ വേണ്ട, എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ പോകുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രതിവിധികൾ, നമ്മൾ ഇതിനകത്തേക്ക് എത്തി നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൺട്രോളിൽ പോലും ആയിരിക്കില്ല. ഒരുപക്ഷെ ഇവിടുത്തെ ഗവൺമെൻറ്റും പോലീസ് ഫോഴ്സും ഒക്കെ ശക്തമായിട്ട് സോഴ്സ് കട്ട് ചെയ്യണം, ശക്തമായിട്ട് നാട്ടുകാരെ ഉൾപ്പെടെ സ്കൂൾ അധികൃതരുൾപ്പെടെ അതിൻ്റെ സോഴ്സ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളിലേക്ക് എത്താത്ത രീതിയിൽ ഒരു ഇത് വേണം. അതിനു മുമ്പ് ഈ കുട്ടികൾ എങ്ങനെയാണ് ഇതിനകത്തേക്ക് പെട്ടെന്ന് വീഴുന്നത്, എങ്ങനെയുള്ളവരാണ് എന്നൊന്ന് അറിയണമെങ്കിൽ നമ്മൾ അവരുടെ കുടുംബത്തിലേക്ക് ചെല്ലണം. അപ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്താണ്, അതായത് ഫാമിലി ബോണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സൈക്കോളജി, മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് ശൈശവ ബാല്യ കൗമാര ഘട്ടത്തിൽ 7 തൊട്ട് 8 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവന് കിട്ടേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് സ്വഭാവ രൂപീകരണം, നല്ല മൂല്യങ്ങൾ, ശീലങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണത്. അത് കഴിഞ്ഞും വരുന്നുണ്ട്. പക്ഷെ അവിടെ കുട്ടിക്ക് കിട്ടേണ്ട സ്നേഹം, കുട്ടിക്ക് കിട്ടേണ്ട ലാളനകൾ, ആ സ്നേഹ ചുംബനങ്ങൾ, ടച്ച്, അതുപോലെ അപ്രീസിയേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട ആളിൽ നിന്നും കിട്ടേണ്ട അളവിൽ കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തെ ശക്തമായി സ്വാധീനിക്കുകയാണ് പിന്നീട് ടീനേജിലേക്ക് കടക്കുമ്പോഴേക്കും. അവിടെയാണ് ഫാമിലിയിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: സിറ്റ് ടുഗദർ, ഗെറ്റ് ടുഗദർ, ലിവിങ് ടുഗദർ. ഇത് പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട, വേറെ ആരാണ്, ഇവിടെ ഫാമിലിയിലാണ് ഇത് ഉണ്ടാവേണ്ടത്. പക്ഷെ ഇപ്പം പുറത്താകുന്നുള്ളൂ. സിറ്റ് ടുഗദർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന്, അല്ലെങ്കിൽ പാരൻസ് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും അവർ നല്ലൊരു മോഡലായിട്ട് മാറാൻ സാധിക്കണം. അവർ തമ്മിൽ വഴക്കും പിടിയും കുത്തും കൂടുന്ന കുട്ടികൾ കണ്ട അതൊരു മോഡലാണ്, അങ്ങനെ തന്നെ കോപ്പി ചെയ്യപ്പെടുകയാണ്. രണ്ടാമതാണ് ഫാമിലി ഒരുമിച്ച് സെറ്റ് ടുഗദർ, ഒരുമിച്ചിരിക്കുന്ന പ്രൈം ടൈം ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരുമിച്ച് ഇരിക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചാൽ, ആർക്കും സമയമുള്ളതല്ല, ഞങ്ങളൊക്കെ ചെയ്യാറില്ല കേട്ടോ, ചെയ്യുന്ന കാര്യങ്ങളാണ് ഭൂരിഭാഗം വേണം. അപ്പോൾ ഒരുമിച്ച് സെറ്റ് ടുഗദർ, ഒരുമിച്ചിരിക്കാൻ സാധിക്കുക. ഗെറ്റ് ടുഗദർ ഉദ്ദേശിച്ചത് റിലേറ്റീവ്സും ഫാമിലി ആൾക്കാരൊക്കെ. ഞാനൊക്കെ മാസത്തിൽ കൂടാറില്ല, എൻ്റെ പങ്കന്മാരെ കൂടി ഞങ്ങൾ എല്ലാ മിക്ക മാസങ്ങളിലും ഒരുമിച്ച് കൂടി അപ്പോൾ എന്താ വെച്ചാൽ ഫാമിലി ബോണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഇവർ മറ്റുള്ള കാര്യങ്ങളിൽ ഇവർക്ക് മാറാൻ പറ്റും. അപ്പോൾ അതുപോലെ ചെറിയ ഔട്ടിങ്ങിന് പോവുക, അവരുടെ സാമ്പത്തികം അനുസരിച്ച് ഔട്ടിങ്ങായി ചെറിയ പുറത്ത് പോവുക. അതുപോലെ തന്നെ മത കാര്യങ്ങളിൽ ഇപ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവരവരുടെ വിശ്വാസം അനുസരിച്ച് പോവുക. അപ്പോൾ അതൊക്കെ നമ്മളെ ബാധിക്കുന്ന കേട്ടോ. ഈ കാര്യങ്ങൾ ശരിക്കും കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നല്ല മൂല്യങ്ങൾ വളരാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ലിവിങ് ടുഗദർ, ഒരു വീട്ടിൽ ഇപ്പം കാണുന്ന ശ്മശാന മൂകതയാണ്. കാരണം എന്താ, എല്ലാവരും അവരവരുടെ മിണ്ടറില്ല, ഫോണിലിരുന്നിട്ട് ഇങ്ങനെ അവരവരുടെ ഫോണിലും അവരുടെ സ്ഥലത്തിരിക്കുകയാണ്. ഇതിന് പകരം ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുക, ഒരുമിച്ച് ഭക്ഷിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ഇത് ഗാർഡനിങ് ഒക്കെ ഒരുമിച്ച് ചെയ്യുക. അപ്പം അങ്ങനെ ഈ ലിവിങ് ടുഗദർ, ഒരുമിച്ച് ജീവിക്കാനായിട്ട് സന്തോഷവും ഹാപ്പിനെസ്സും നിറയുന്ന കുട്ടികളുടെ സ്നേഹത്തിൻ്റെയും നല്ല മൂല്യങ്ങളുടെയും നല്ല ശീലങ്ങളുടെയും പരിശീലന കളരി ഫസ്റ്റ് കുടുംബമാണ്. ഇനി സ്കൂളിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെയും ഇതുപോലെ. അപ്പോൾ ഇവിടെ ഈ സമയത്ത് ഈ കറക്റ്റ് കിട്ടാത്ത കുട്ടികളാണ് ടീനേജിലേക്ക് കടക്കുമ്പോഴാണ് അടുത്ത പരിപാടി. ടീനേജിൽ പാരൻസിൽ നിന്നും അകന്നു പോവുകയും കൂട്ടുകാരിലേക്ക് അടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ടീനേജ്. അവിടെയാണ് ഈ സാധനമൊന്നും അപ്രിസിയേഷനോ സ്നേഹമോ കിട്ടാത്ത കുട്ടികൾ പെട്ടെന്ന് ചായും, ഏത് പരിപാടിയിലേക്കും ചായും. അവർക്ക് ത്രില്ലാണ്. ഇപ്പോൾ കുട്ടികൾ ഇവരെ അപ്രീഷിയേറ്റ്, നീ അടിപൊളിയായിട്ട് ചെയ്തല്ലോ, അത് കൊച്ചു പിള്ളേരെ വഴക്കിട്ട് ഇടിപിടിച്ചു, സൂപ്പറായിടാ, നീ എന്താണ് ഹീറോയാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവന് ഡോപ്പാമിൻ കയറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി ചെയ്യാൻ സാധിക്കണം. അതിനിടയ്ക്കിടെയാണ് ഈ സബ്സ്റ്റൻസ് കൂടി വന്നു കഴിയുമ്പോഴേക്കും ഇവൻ്റെ ബ്രെയിനൊക്കെ എന്താ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇവർ പഠനത്തെ ബാധിക്കുന്നു, സ്വഭാവത്തെ ബാധിക്കുന്നു, സമൂഹത്തിൽ അക്രമവാസന പെരുകാനായിട്ട് കാരണമാവുകയാണ്. അപ്പോൾ ഇവിടെ ഈ ടീനേജിൽ ഈ പറയുന്ന പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസും ഗ്യാങ്സും ഒക്കെ ഒത്തിരി പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ വീട്ടിൽ തന്നെ ഞങ്ങളൊക്കെ ബർത്ത്ഡേക്ക് എന്താ ചെയ്യണത്, നല്ല ശീലങ്ങൾ, അനുകമ്പയും കരുണയും, ഗേവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന വലിയൊരാശയം, മറ്റുള്ളവരെ അംഗീകരിക്കാൻ സ്നേഹിക്കാനും കരുണയോടെ പെരുമാറാനും സാധിക്കേണ്ട ഒരു ആവശ്യകത, ഇതൊക്കെ കുടുംബത്തിൽ പഠിപ്പിക്കുന്നതാണ് തുടങ്ങണത്. ഇപ്പോൾ പിന്നെ നമ്മളുടെ വിശ്വാസം, മതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അത് കൂടുതലുണ്ട്. ഇപ്പോൾ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഒരു ഓർഫനേജിൽ പോകുന്നു, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നു. അപ്പോൾ കുട്ടികൾ പഠിക്കുകയാണ്. ഞാനിവിടെ സൺഡേ സ്കൂളിൻ്റെ അച്ഛന്മാരായിരിക്കുമ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജ് കളമശ്ശേരി പോയിട്ട് എല്ലാ ശനിയാഴ്ചയും 300 പേർക്ക് ഈ കുട്ടികളെ കൊണ്ട് ഭക്ഷണം കൊടുപ്പിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികളിൽ അനുകമ്പയും കരുണയും സേവന മനസ്സൊക്കെ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഈ സ്കൂളിലായാലും ചില സ്ഥലത്തുണ്ട് കേട്ടോ പച്ചക്കറി തോട്ടം. അപ്പം കുട്ടികളുടെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് സാധിക്കുകയാണ്. ഇവർ ഇങ്ങോട്ട് പോകുന്നതിന് പകരം
ഇഷ്ടമുള്ള കാര്യങ്ങളിൽ പാരൻസിനും ടീച്ചേഴ്സും എല്ലാവരും ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്. അവരുടെ പാട്ട്, ഫുട്ബോള്, കളി, ആർട്ട്, ഇതിലേക്കൊക്കെ അവരുടെ ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറേ കാര്യങ്ങളിൽ മാറ്റം വരും. അപ്പോൾ ഈ ഫോൺ അഡിക്ഷൻ ആയാലും ഈ എല്ലാ അഡിക്ഷൻസിനും മാറ്റം വരാനുള്ള പ്രത്യേകത അവരുടെ ഇൻട്രസ്റ്റിനെ കണ്ടെത്തി. ഇത് ഫുട്ബോൾ കളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഓ നീ പോണ്ട എന്ന് പറയും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ, ഞാനും എൻ്റെ ഇളയ മോൻ ഇപ്പോൾ ഫുട്ബോളറാണ്, രണ്ടാമത്തെ ആളാണെങ്കിൽ ഒരു ഫിലിം മേക്കറാണ്, മൂത്ത ആള് സിംഗറും ഇംഗ്ലീഷ് ഡബിങ് ആർട്ടിസ്റ്റും ഇതൊക്കെയാണ്. അവരുടേതായ ഇഷ്ടങ്ങളിലേക്ക് ഞാൻ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്ത ആളായതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പിള്ളേരുടെ ഇഷ്ടങ്ങൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കാനും സ്കൂളുകളിലൊക്കെ ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഉദാഹരണം പറഞ്ഞാൽ ഒരു ആശുപത്രിയിൽ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുവരാത്തവർക്ക് ഊണ് കൊടുക്കുക, ഇങ്ങനെ ഇവർ ക്രിയാത്മകമായിട്ട് സമൂഹത്തിൽ നന്മ പരത്തുന്ന രീതിയിലുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലേക്ക് കുട്ടികൾ മാറുമ്പോൾ എന്ത് പറ്റും, ഇവരുടെ ഊർജം നല്ല രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് സാധിക്കും. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും പാരൻസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഇവരെ അമിതമായിട്ട് പ്രകോപിക്കുക, വണ്ടി എന്ന് പറഞ്ഞ് പിന്നാലെ അടക്കുക. കുട്ടികൾ പറയുന്നത്, ഞങ്ങൾ ഈ കേരളത്തിലെ ടീനേജേഴ്സിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനകത്ത് പാരൻസ് പ്രതിനിധിയായിട്ട് എനിക്കും പോകാൻ പറ്റി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരുന്നു. ഇവര് ഒരു ദിവസകാലം ഒരുമിച്ച് കൂടി വർക്ക്ഷോപ്പ് നടത്തിയ ഒരു ദിവസത്തിൽ പുതിയ പല ഗ്രൂപ്പായിട്ട് ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവർ അവിടെ കൊണ്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അവരവിടെ അവതരിപ്പിക്കുകയാണ്, ഓരോ ഗ്രൂപ്പ് അവതരിപ്പിക്കുകയാണ്. 6 ഗ്രൂപ്പ് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും 6 ഗ്രൂപ്പിന്റെ ടോപ്പ് 5 കണ്ടന്റ് എന്ന് പറയുന്നത്, ഒന്ന്, പാരന്റ്സ് ഞങ്ങളെ സ്നേഹിക്കുന്നില്ല, ഞങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റാനില്ല, ഞങ്ങളെ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, അവർ ഞങ്ങളെ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, ഞങ്ങളെ കേൾക്കുന്നില്ല. ഞങ്ങള് അപ്പൊ വേറെ കേൾക്കുന്നിടത്തേക്ക് പോവും, കൂട്ടുകാർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്, ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യോ നല്ല വാക്കോ പറയുന്നില്ല, ഞങ്ങളെ വിശ്വസിക്കുന്നില്ല, ഞങ്ങളെ ചൊറിച്ചിൽ സംശയത്തോടെ കാണണേ ടീനേജ്, നീ എവിടെ പോയിടാ, എന്നിട്ട് എവിടെ പോയി, ഇങ്ങനെ സംശയത്തോടെ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല, ഞങ്ങളൊന്നും ട്രസ്റ്റ് ചെയ്യുന്നില്ല, നമ്മളൊന്നും കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ, ഇത് വളരെ പ്രധാനപ്പെട്ടാണ് കേരളത്തിലെ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ടീനേജേഴ്സിന്റെ ഏറ്റവും വലിയ സംഭവം. അപ്പൊ ഈ കേൾക്കാത്ത സ്ഥലത്ത് അവരെന്ത് ചെയ്യും, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവരെങ്ങനെയാണ് അവര് മയക്കുമെന്ന് അങ്ങനെ ആ ലെവലിലൊക്കെ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോകാനുള്ള കാരണം. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഇതൊന്ന് കഴിയുമ്പോഴേക്കും ഓ നീ ഭയങ്കര അടിയാടാ, നല്ല സൂപ്പറാടാ എന്നൊക്കെ പറഞ്ഞ് അത് കഴിയുമ്പോൾ പെട്ടെന്ന് അവരതിലേക്ക് ചാടി വീഴും. വീട്ടില് ശക്തമായ ഫാമിലി ബോണ്ടുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും ആ കുട്ടികൾ, ഇപ്പൊ നമുക്കറിയാം മതപരമായിട്ട് ചിലരൊക്കെ ഗ്രൂപ്പുമായിട്ട് അവർ ഒത്തിരി പ്രവർത്തി ചെയ്യുന്നുണ്ട്, അവർക്ക് ഇതൊന്നും നേരമില്ല, ബിക്കോസ് അവർ വേറെ കാര്യങ്ങൾ വ്യാപനത്തിലും പഠനത്തിലും, കാരണം അവരുടെ ഫോക്കസ് മാറിയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, അവരെ നെഞ്ചോട്. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും സ്കൂളുകളിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരെയും വ്യക്തിപരമായിട്ട് കാണുകയാണ്. ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന കുട്ടികളെ മെൻ്റൽ ഹെൽത്തും ഈ പറയുന്ന പഠനം, അഡിക്ഷൻസ്, 3 കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് മൊബൈൽ അഡിക്ഷനും അതിനിടയ്ക്ക് വരുന്ന ഇങ്ങനെയുള്ള കേസുകൾ. അപ്പോൾ ഇവർ ഞാൻ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഒക്കേഷൻ സെൻറ്ററിൽ ക്ലാസ് എടുക്കാൻ ചെന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ സീനിയർ ടീച്ചർ വെൽക്കം ചെയ്യാണ്, കുട്ടികളിരുന്നിട്ട് ഫുൾ ടൈം കൂവലാണ്. ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കണം ഈ 1.5 മണിക്കൂർ, പെൺകുട്ടികളടക്കം കൂവാണ് ടീച്ചറെ. അപ്പൊ ഇത് കഴിഞ്ഞ് നോക്കുമ്പോ എന്താണ്, ഇതൊക്കെ ക്ലാസ്, ഞാൻ എൻ്റെ ഇച്ചിരി മാജിക്കും കുറച്ച് ആക്ടിവിറ്റിയും ഗെയിമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇത് ടീച്ചർ ചോദിച്ചപ്പോൾ അവർ പറയാണ്, ഇവരെല്ലാവരും തന്നെ പലവിധ സാധനങ്ങൾ കഴിച്ചിട്ട് വന്നിട്ട് ആ ബാക്ക് ബെഞ്ചിൽ കിടന്ന് അങ്ങോട്ട് ഉറങ്ങുവാണ്. ഞങ്ങൾ എന്ത് ചെയ്യും സാറേ, ഒന്നും ചെയ്യാൻ പറ്റില്ല, പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭീഷണിയായി, വഴക്കായി, ഒത്തിരി പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ പെൺകുട്ടികളാണ്. പിന്നെ എൻ്റെ കൂടെ 2 കുട്ടികൾ ഇതിനകത്ത് ഞാൻ ലിഫ്റ്റ് കൊടുത്തിരുന്നു. അടുത്ത 2 സ്റ്റോപ്പ് കഴിയുമ്പോൾ ഇറങ്ങാൻ സാറേ ഞാനും പോട്ടെ കൂടെ വന്നപ്പോൾ ഞാൻ ഒരു ലിഫ്റ്റ് കൊടുത്തു. ചോദിച്ചു എന്താ മക്കൾ നിങ്ങൾ എങ്ങനെ കാണിക്കുന്നത്, ആ സീനിയർ ടീച്ചർ എന്ത് വിഷമിച്ച് കാണും, കൂവല്ലേ നിങ്ങൾ ചെയ്തത്. അപ്പോഴാണ് ഞങ്ങളിതൊരു ഗ്രൂപ്പാ സാറേ, അത് ഈ ഗ്യാങ്ങായിട്ട് ഇത് ചെയ്യുമ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ അവർ ഞങ്ങളുടെ കൂട്ടില്ല. അപ്പൊ ഗ്രൂപ്പായിട്ട് ഗ്യാങ്ങിൽ ചെയ്തില്ലെങ്കിൽ ഇവരവരോട് കൂട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള വാസനകൾ ഉണ്ടാവുന്നതിന്റെ കാരണം പ്രധാനമായിട്ടും 1 നമ്മുടെ കുടുംബം, 2 ടീച്ചേഴ്സ് ആയാലും അവരുടെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ ആയാലും കൂടുതൽ താല്പര്യത്തോടെ സമൂഹത്തിൽ നല്ല അടുത്തവർ പറഞ്ഞ കാര്യം നല്ല മാതൃകകളില്ല, ഉപദേശമുണ്ട്. ഈ ഉപദേശിക്കുന്ന ആൾ ഈ പറയണ കാര്യം ചെയ്യുന്നില്ല. അപ്പൊ അതാണ് ഇതിന്റെയൊക്കെ കാരണങ്ങൾ. ഒന്ന് വീട്, കോളേജ്, സ്കൂള്, പിന്നെ സമൂഹത്തിലും നല്ല സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും അവർ മനസ്സിലാക്കുവാണല്ലോ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത്. അപ്പൊ ഇവിടെയാണ് സൈക്കോളജി പറയുന്നത് ഒബ്സർവേഷൻ ലേണിംഗ്. മനഃശാസ്ത്രം വലിയൊരു പഠനമാണ് ഒബ്സർവേഷൻ ലേണിംഗ്. അതായത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും തൊട്ടറിയുന്നതായ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഒരു സ്വഭാവമായിട്ട് മാറും. ഇപ്പൊ ഇവിടെ കാണുന്ന അതാണ് മീഡിയ ഒക്കെ കൂടുതൽ
മീഡിയയിൽ നിന്നൊക്കെ ഇപ്പൊ എന്താണ് ഗെയിം കളിക്കുന്ന ഒരു കുട്ടി അത് ഡിസ്ട്രക്റ്റീവ് ഇങ്ങനെ തലയിൽ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യാണ്, അറിയാതെ അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനം ഈ ഡിസ്ട്രക്ഷൻ ആയിരിക്കും. അതുപോലെ സബ്സ്റ്റൻസ് കഴിക്കുമ്പോഴും അവന്റെ ബോധലൊക്കെ വിട്ടുപോവാണ്. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അതാണ്, ഈ കുട്ടികളുടെ കൂട്ടുകൂടാനും ഈ അക്രമവാസന സമൂഹത്തിൽ പരലാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഫാമിലി, രണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നല്ല മാതൃകകളും. ഇപ്പൊ നമുക്കറിയാം ആ പ്രേമ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിറ്റേ ദിവസം കുട്ടികളൊക്കെ ബ്ലാക്കും വൈറ്റും ഇടാൻ തുടങ്ങിയില്ലേ. അങ്ങനെ തന്നെ അനുകരണശീലമാണ്. അത് അറിയാതെ ഇവര് ഉള്ളിലേക്ക് കയറണേണ്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി പഠനത്തിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരിൽ നല്ല ഗോൾ ഉണ്ടാവുക, നല്ല ലക്ഷ്യം ഉണ്ടാവുക, ഒപ്പം ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കുക. അല്ല, അവരുടെ ഇൻട്രസ്റ്റ് നമ്മൾ കൂടി മനസ്സിലാക്കി വേണ്ട സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും അവരിൽ കുറെ എനർജി മാറി പോയിക്കൊണ്ടിരിക്കും. പിന്നെ അതോറിറ്റീസ് സോഴ്സ് കട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോഴേക്കും അവിടെ എത്താതിരിക്കാനുള്ള പ്രവണതകൾ. പിന്നെ പാരന്റ്സ് ശ്രദ്ധിക്കണം, അവരുടെ ബാഗ് ഇടയ്ക്കൊന്ന് എന്തൊക്കെയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവം മറന്നുപോയി. അതായത് വീട്ടിൽ ഇപ്പൊ ഇങ്ങനെ വളരെ അടുത്തും സിറ്റ് ടൂറും ഗെറ്റ് ടൂറൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഈ കുട്ടികളുടെ മുഖം ഒന്ന് മാറിയ പാരന്റ്സിന് മനസ്സിലാവണം. അവന്റെ മുഖത്ത് ചിരി ഉണ്ടായ ആള് മാറി ഒന്ന് ഗൗരവഭാഗത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫേസ് കണ്ടാല് അവന്റെ മാറ്റം മനസ്സിലാക്കണം. അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അപ്പൊ തന്നെ എന്താണ് അവന്റെ പ്രശ്നം കണ്ടെത്തി അവരുടെ കൂട്ടം. അപ്പോഴാണ് പിന്നെ തുറന്നു പറയാനുള്ള സാർ. ഇപ്പൊ കൊച്ചുകുട്ടി വന്നേക്കാണ്, കുഞ്ഞു കുട്ടി വന്നിട്ട് അമ്മേ സ്കൂളിൽ ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോ ഒന്നും ഉണ്ടായിരിക്കും, ഇവിടെ പണിയുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിവിടെ പറയണം. പിന്നെ ജമ്മുള്ള കാലം എന്തെങ്കിലും ഷെയർ ചോദിക്കില്ലല്ലോ. അപ്പൊ കുട്ടികള് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുക, അവര് കേൾക്കാനായിട്ട് സാധിക്കുക. അപ്പൊ അതൊക്കെ വരുമ്പോഴേക്കും കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയും, കൂട്ടുകാരെന്ന് എനിക്ക് മിഠായി, അപ്പൊ എന്ത് മിഠായിടാ അപ്പൊ ചോദിക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാനായിട്ട്, അടുപ്പം ഉണ്ടാക്കാനായിട്ട്, ക്ലോസ്നെസ് ഉണ്ടാക്കാനായിട്ട്, ഹൃദയങ്ങൾ തമ്മിൽ ആ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ഈ സമൂഹത്തിൽ നന്മ വളരാൻ, സമൂഹത്തിൽ അവരുടെ ഗ്രൂപ്പാക്കിയിട്ട് ഒരു നന്മയിലേക്ക് തിരിച്ചുവിടാൻ, അവരുടെ ഊർജം നന്മയിലേക്ക് തിരിച്ചുവിടാനാകട്ടെ. അതിനുവേണ്ടി നന്മ എന്ന ഈ ചാനൽ തന്നെ പ്രതീക്ഷ ഏറ്റവും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള നല്ല ഇത് വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറട്ടെ, ഒത്തിരി പേർക്ക് ഉപകാരം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും, ജനിക്കുന്നത് നല്ല കുട്ടികളായിട്ടാണ്, ആരും ക്രിമിനലായിട്ടല്ല ജനിക്കുന്നത്. ജനിക്കുമ്പോൾ നിഷ്കളങ്കരും നിർമ്മലരുമായിട്ടാണ് ജനിക്കുന്നത്. ആ നന്മ നിർമ്മലത എന്ത് പറ്റും, ഇത് സമൂഹത്തിൽ കാണുന്ന നേരത്തെ കണ്ട ഒബ്സർവേഷനാണ്. കൊച്ചു 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് ആകുമ്പോഴേക്കും ദേഷ്യയായി വാശിയായി, കാരണം അപ്പനെന്നും അമ്മയെന്നും പരിസരത്തും കെയർ ടേക്കേഴ്സ് കിട്ടണതാണ്. അപ്പൊ ആ കിട്ടി കൊണ്ടുപോകുന്നതിന് പകരം ഈ നിർമ്മലതയും നിഷ്കളങ്കതയും ഇന്നും കാത്തു സൂക്ഷിക്കാൻ അവരുടെ നെഞ്ചോട് ചേർത്തിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്മയ്ക്ക് എല്ലാ നന്ദിയും ആശംസകളും പ്രോത്സാഹനവും നൽകുന്നു. നല്ല വാക്കുകൾക്ക് നന്ദി. അതോടൊപ്പം നമ്മൾ മാത്രം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് പറഞ്ഞു, നമ്മുടെ വീടുകളിൽ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്കൂളുകളിൽ കോളേജുകളിൽ പോകുമ്പോൾ അവിടെയുള്ള അധ്യാപകർ, അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ, അവരൊക്കെ നമ്മൾ കൂടി മനസ്സിലാക്കണം അവർ ഏത് തരത്തിലുള്ള കൂട്ടുകാരാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മൾക്ക് പരിമിതികളുണ്ട്, നിലവിലുള്ള നിയമത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതുപോലെ തന്നെ പോലീസ്, എക്സൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെയൊക്കെ നിരീക്ഷണം കൂട്ടണം. അതുപോലെ തന്നെ അംഗബലം എക്സൈസിന് വളരെ കുറവാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നു. അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങളൊക്കെ അതാണ്. അപ്പോൾ അത് ഇങ്ങനെയുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഗവൺമെൻറ് അതിനകത്ത് ഇടപെട്ട് വേണ്ട നടപടികൾ എടുക്കണം. അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ കൊച്ചു കുട്ടികളെല്ലാം ഇതുപോലെയുള്ള മയക്കുമരുന്നിന് അഡിക്ഷൻ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതെ നമ്മുടെ യുവമിഥുനങ്ങൾ, വരും തലമുറയുടെ വാഗ്ദാനങ്ങളാണ് അവരൊക്കെ ഈ ഒരു സമയത്ത് ഇതുപോലെയുള്ള ആക്രമണ വാസനയും പ്രവണതയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളത് ഇനിയെങ്കിലും അത് തിരിച്ചറിയണം. അവരുടെ പോരായ്മകൾ, ഈ മയക്കുമരുന്നിൻ്റെ ഒഴുക്ക്, അതെല്ലാം കണ്ടെത്തി വേണ്ട നടപടികൾ ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട നടപടികളാണ് ഇതിന് അനിവാര്യം. ഏതായാലും വളരെ വേണ്ടപ്പെട്ട നമ്മുടെ കുട്ടികളുടെ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ജോസ് തച്ചിൽ സംസാരിച്ചു. വളരെ നന്ദി. നന്മ 24 നമ്മുടെ പ്രേക്ഷകർക്ക്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ഗവൺമെന്റിന് നൽകുന്ന നല്ലൊരു സന്ദേശമായി. ഇത് ഗവൺമെന്റ് നടപ്പാക്കട്ടെ, ബന്ധപ്പെട്ട അധികാരികൾ നടപ്പാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.